അല്ലപ്പാ നമ്മളെ വല്യമ്മയില്ലേടാ മറന്നുമില്ലേ എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറുമ്പോൾ ടോർച്ചടിക്കുമ്പോൾ തന്നെ കാണില്ല, മറ്റൊരാളുടെ മുഖത്താണ് അടിക്കുക. കഴിഞ്ഞ ആഴ്ച മരിച്ച ജയേന്ദ്രൻ്റെ പാട്ടിൽ പുറമെയില്ലേ, ബഹുമാന്യനായ അധ്യക്ഷൻ ഗുരുതുല്യനായ ഡോക്ടർ ജി കുമാരൻ നായർ, ഇവിടെ വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന ബ്രദർ പോൾ മരിയ പീറ്റർ, ഇതിൻ്റെ സംഘാടകരായ ബഹുമാന്യരെ, അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റാന്തൽ എന്ന പേരെത്ര അനുയോജ്യമാണ്. ഇതിൻ്റെ നട്ടലായി പ്രവർത്തിക്കുന്ന പ്രകാശൻ്റെ പ്രകാശം റാന്തലിൻ്റെ പ്രകാശം. റാന്തലിന് മറ്റൊരു പ്രത്യേകതയും, അതൊരു ജനാധിപത്യത്തിൻ്റെ വെളിച്ചമാണ്. ടോർച്ചും മൊബൈൽ ഫോണും വന്നതോടുകൂടി ഏകാധിപത്യത്തിൻ്റെ വെളിച്ചമായി. ടോർച്ചടിക്കുമ്പോൾ തന്നെ കാണില്ല, മറ്റൊരാളുടെ മുഖത്താണ് അടിക്കുക. ചൂട്ടും റാന്തലും എടുത്ത് യാത്ര ചെയ്യുന്നവർ റാന്തൽ ഉയർത്തിപ്പിടിക്കുമ്പോൾ എന്നെയും കാണും നിന്നെയും കാണും. ചൂട്ട് വീശി കത്തിക്കുമ്പോൾ എന്നെയും കാണും നിന്നെയും കാണും. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ വെളിച്ചമാണ് റാന്തലും ഓലച്ചൂട്ടും. ഇവിടെ പരിഗണന അർഹിക്കുന്ന, വേദന അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പെട്ടുപോയ മനുഷ്യരെ കാണാൻ പോകുന്നവർക്ക് അവനവനെയും കാണിക്കണം. റാന്തൽ ഉയർത്തിപ്പിടിക്കുമ്പോൾ അവർക്ക് വേണ്ടത് മരുന്നും പണവും മന്ത്രങ്ങളുമല്ല, അവർക്ക് വേണ്ടത് സ്നേഹമുള്ള ഒരു ഹൃദയം കാണുക എന്നതാണ്. നിന്റെ കൂടെ ഞാനുണ്ട്, നിന്റെ കൂടെ ഞങ്ങളുണ്ട്, നിന്റെ കൂടെ ഈ സമൂഹമുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ അവർക്കൊരു സ്പർശമാണ് വേണ്ടത്. നമ്മുടെ മനസ്സിൻ്റെ അതിരേതാണ്? തുക്കാണ്. പഞ്ചേന്ദ്രിയങ്ങളിൽ നമ്മൾ കണ്ണിനും മൂക്കിനും നാക്കിനും ചെവിക്കും പ്രാധാന്യം കൊടുക്കാറുണ്ട്. പക്ഷെ ത്വക്കിനോ? അകത്ത് ഞാൻ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഗ്രാമസഭയുടെ കത്ത് വേറെയാളെ ഏൽപ്പിക്കാറില്ല, നേരിട്ടല്ല വീട്ടിലെത്തി. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് കത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഗേറ്റ് കടന്നിട്ട് പോവില്ല, മതിൽ ചാടി കിളതുള്ളിയിട്ട് ഓടും, എന്നാലേ എല്ലാ വീട്ടിലും എത്താൻ പറ്റും. അങ്ങനെ ഓടി കത്ത് കൊടുത്ത് വിശേഷങ്ങൾ ചോദിച്ച് ഗ്രാമസഭയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ച് ഗേറ്റിൻ്റെ അടുത്തെത്തുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും, ഒരു ഗ്രാമസഭയുടെ മെമ്പർ ഉണ്ടല്ലോ അകത്ത് കിടക്കുന്ന, ഒരു വല്യമ്മ, ഒരു വല്യച്ഛൻ, ഒരമ്മാവൻ. അദ്ദേഹം ഇങ്ങനെ കാതോർക്കുന്നുണ്ടാകും, എന്നെ കൊണ്ട് ചോദിക്കുന്നുണ്ടോ, എന്നെ കൊണ്ട് ചോദിക്കുന്നുണ്ടോ. അപ്പം മെമ്പർ വന്നിട്ട് എന്നെ കൊണ്ടൊന്നും ചോദിക്കാതെ പോയി എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സ് ഇടിഞ്ഞു പോകും. ഗേറ്റിൻ്റെ ഇടയ്ക്ക് ഓർമ്മ വന്നിട്ട് ഞാൻ തിരിച്ചു കയറി, അല്ലപ്പാ നമ്മളെ വല്യമ്മയില്ലേടാ മറന്നുമില്ലേ എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറുമ്പോൾ തന്നെപ്പറ്റി ആരും അന്വേഷിക്കുന്നില്ലെന്ന ഇടിഞ്ഞുപോയ ഹൃദയത്തിലേക്ക് വീണ്ടും ഒരു പൂക്കാലം തളിർത്തു വരുമ്പോൾ ആ കണ്ണുകളിൽ ഒരാർദ്രതയും ഒരു വെളിച്ചവും കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. ആ സമയത്ത് അവരുടെ ശരീരത്തിലെ രോമങ്ങളെല്ലാം ഞാനിങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു രോമാഞ്ചമുണ്ട്. ആ രോമാഞ്ചമാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ രോമാഞ്ചം. ആ രോമാഞ്ചം ഉണ്ടാവുന്നത് ത്വക്കിൻ്റെ പുറത്ത്, തൊലിപ്പുറത്താണ്. രോമം ഇല്ലാത്തവർക്ക് തോലാഞ്ചവും ഉണ്ടാവും ഇല്ലേ? മനസ്സിൻ്റെ ആനന്ദം തൊലിപ്പുറത്താണ്. അവിടെയാണ് സ്പർശം, അവിടെ തൊടണം. മക്കളെ തൊടുന്ന അച്ഛനമ്മമാർ കുറയുന്നു. കെട്ടിപ്പിടിക്കുന്നുണ്ടോ? വാത്സല്യം എന്ന വാക്കിൻ്റെ അർത്ഥം കിൻഡർ ജോയ്, ഡയറി മിൽക്ക്, അൽഫാം എന്നിവ കൊണ്ടുകൊടുക്കലാന്നാണ് ധരിച്ചത്. വത്സം എന്ന വാക്കിൻ്റെ അർത്ഥം നെഞ്ചുന്ന. വാത്സല്യം എന്ന് പറഞ്ഞാൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നാണ്. തൊടണം. സാന്ത്വനം വേണ്ടത് എല്ലാ മനുഷ്യർക്കും വേണം. അപ്പൊ ടച്ച്, ശരീരത്തിലെ സ്പർശം, ഹൃദയം കൊണ്ടുള്ള സ്പർശം, അതാണ് സാന്ത്വനം. ഹൃദയത്തിൽ തൊടുക, മനസ്സിൽ തൊടുക, ശരീരത്തിൽ തൊടുക. ആ തൊടൽ ടച്ച് ഉണ്ടാവണം.
നമ്മളൊരു പുഴയാണെങ്കിൽ ആ പുഴയുടെ തീരത്ത് നീ ഒരു പുഴയായി തഴുകുമ്പോഴെന്ന കഴിഞ്ഞയാഴ്ച മരിച്ച ജയേന്ദ്രൻ്റെ പാട്ടിൽ പുറമെയില്ലേ, നീയൊരു പുഴയായി തഴുകുമ്പോളൻ. പെയിൻ ആൻഡ് പാലിയേറ്റീവിന് മനോഹരമായി മറ്റൊരു പാട്ട് പാടിയിട്ടുണ്ട് ജയചന്ദ്രൻ. ഈ അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഒരു കല്ലോലിനിയാണ്. അത് പാടിയിട്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം ചുരുക്കുക. കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇതിൽ വലിയൊരു സമ്മാനം എനിക്ക് കിട്ടിയത്, എനിക്ക് ഇവിടെ മോൻ എനിക്കൊരു നല്ല എൻ്റെ ഛായാചിത്രം വരച്ചിട്ട് നേരത്തെ സമ്മാനിച്ചു. ദേവതീർത്ഥം. ആ തീർത്ഥമാണ് നമ്മളെല്ലാം. ആകാശത്ത് നിന്ന് ഒഴുകി വരുന്ന ദേവതീർത്ഥമാണ് നാം. കല്ലോലിനി വനകല്ലോലിനി നിൻ തീരത്തു വിടരും ദുഃഖ പുഷ്പങ്ങളെ താരാട്ടു പാടിയുറക്കൂ ഉറക്കൂ കല്ലോലിനി. അതാണ് ആ കല്ലോലിനിയായി, ഒരു കല്ലോലിനിയെ പോലെ നമ്മുടെ ജീവിതം തീരത്തു വിടരുന്ന ദുഃഖപുഷ്പങ്ങളെ താരാട്ടുപാടി ഉറക്കാനുള്ള യാത്രയായിട്ട് ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പരിപാടി കുറെ ദിവസങ്ങളായി സംഘടിപ്പിച്ച ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും, ആ സുമനസ്സുകൾക്ക് മുന്നിൽ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നല്ലൊരു നമസ്കാരവും നല്ലൊരു അഭിനന്ദനവും നല്ലൊരു നന്ദിയും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം.